മക്കളെ അങ്ങനെ തലപ്പാക്കെട്ടി സംഭവം കിട്ടി കേട്ടോ. മറ്റേനെ അപേക്ഷിച്ച് ഇത് 315 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ എൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വിനീഷേ വന്നിട്ടാ വെയിറ്റ് ഉണ്ടോ നോക്കി, നീ ഒന്ന് പിടിച്ചു നോക്കേ. ഒരു പൊതിയാണ്, നിങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ്. ഒരു കുഞ്ഞു പൊതിയ കേട്ടോ. ഒരു ചിക്കൻ്റെ എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു പീസു നോക്കട്ടെ. ഡിണ്ടിക്കൽ തലപ്പാക്കെട്ട് ബിരിയാണിയുടെ ബില്ല് ഇതാ കേട്ടോ. അതിൻ്റെ QR കോഡും കാര്യങ്ങളെല്ലാം കാണും. അത് നമ്മൾ പ്രൈസും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത് കേട്ടോ. ഇത് തുടങ്ങി ഇതിനകത്ത് മുട്ടയുണ്ട്, 2 പീസുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി ഏതാ? അതാണ് അടിപൊളി. ഇതിനു വേണ്ടി വണ്ടി മേടിച്ച് ഇവിടെ വന്ന് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഹായ് കൂട്ടരെ, ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കാന്നറിയോ? ഞങ്ങൾ ഡിണ്ടിക്കൽ നിൽക്കുവാണ്. ഡിണ്ടിക്കൽ വന്നാൽ ആദ്യം ഓർമ്മ വരുന്നതെന്ന് പറയും ബിരിയാണിയാണ്. ഓൾ തമിഴ്നാട് യാത്രയിൽ ഇപ്പം ഞങ്ങൾ 34ാമത് ജില്ലയിൽ വന്നിരിക്കുകയാണ്. ബിനീഷ കുട്ടിയുടെ അപ്പുറത്തിരിപ്പുണ്ട്. ഹായ്. അന്നേരം കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഡിണ്ടിക്കൽ സിറ്റി ആവും. അന്നേരം അവിടെ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു ബിരിയാണി വാങ്ങണം. ഓക്കെ, തുടങ്ങിയാലോ എന്നാ? അന്നേരം എല്ലാവർക്കും കൊതി വരുമെന്ന് തോന്നുന്നു. അന്നേരം ആഗ്രഹമുള്ളവരൊക്കെ വണ്ടി പിടിച്ച് നേരെ ഡിണ്ടിക്കൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അന്നേരം ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ വന്ന് തലപ്പാക്കെട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ വിചാരിക്കും ഒരാൾക്കുള്ളതായിരിക്കും എന്ന്. പക്ഷേ അല്ല, ഫുള്ളെന്ന് പറഞ്ഞാൽ 2 പേർക്കുള്ളതാണ്. ഞാൻ ഒരാൾക്ക് മേടിച്ചുള്ളതെന്ന് ഹാഫ് ബിരിയാണിയുടെ റേറ്റാണ് പറയാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത്. അതായത് കണ്ടോ, 350 രൂപ. കണ്ടോ, കാണാവോ? 350 രൂപ ഹാഫിൻ്റെ വിലയാണേ. അന്നേരം അവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾ ഹാഫെന്നേ പറയാവൂ, ഫുള്ളെന്ന് പറയരുത്. ഫുള്ളെന്ന് പറഞ്ഞാൽ പോക്കറ്റ് കയറും. 350 700 രൂപ കയ്യിൽ പോകും അല്ലേ? അന്നേരം ബിരിയാണി ഓപ്പൺ ചെയ്താലോ? അന്നേരം തലപ്പാക്കെട്ട് ബിരിയാണി എന്താണ് ഞാൻ നോക്കാൻ പോവുകയാണ്, രുചിക്കാൻ പോവുകയാണ്. നമ്മളെ സ്വന്തം ബിരിയാണിയാണോ നല്ലത്, അതോ ഇവിടുത്തെ ബിരിയാണിയാണോ നല്ലത്? നമുക്ക് നോക്കാം, രുചി നോക്കാം അല്ലേ? തുടങ്ങിയാലോ? ഹൈ ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയ 50 കേട്ടോ. നമ്മളങ്ങനെ ഒരിടത്ത് വണ്ടി ഒതുക്കി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? വിനീഷ എന്ത് ചെയ്യുന്നത്? ലിപ് ബാം ഇടുവാ. ഏത് നമ്മൾ മറേസിന്റെ ആണോ? അതെ, ഇത് നൈറ്റ് ഇടാം. ഞാനിപ്പോ എന്റേത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമാണ്. കാറ്റ് കണ്ടായിരുന്നു അടിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടോ, ഇത് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വരണ്ട ക്ലൈമറ്റ് അല്ലേ? ഇത് നമ്മുടെ മറിയാസിന്റെ പ്രോഡക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട, നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് അറിയാം. എന്നാലും ഞാൻ പറയും, വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്യാം, അതല്ല ഇനി വാട്സ്ആപ്പ് ത്രൂ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. മറിയാസിന്റെ അടിപൊളി പ്രോഡക്റ്റുകളാണ്. ഹെയർ ഓയിൽ ഉണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അവർക്കല്ലേ. അതിലൊന്നാണ് ഈ കാണുന്ന ലിപ് ബാം. ബിനീഷ ഓപ്പൺ ചെയ്യല്ലേ? നാടെ ഒരു പൊതിയാണ്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ്. ഒരു കുഞ്ഞു പൊതിയാട്ടോ. ഒരു ചിക്കൻ്റെ എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു പീസു നോക്കട്ടെ. നീ കൈ മാറ്റി ഇവിടുന്ന്, ഗ്ലാസ് അടഞ്ഞ് തുറന്ന് നോക്കട്ടെ. പീസ് എടുത്തേ. ഈ ഒരു ഒറ്റ പീസ്. വേറെ 2 വെള്ളമൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതെന്തോ നോക്കട്ടെ. ഇല്ല, വേറെ പീസൊന്നും, ഒറ്റ പീസൊന്നേ ഉള്ളൂ. ആ ഒറ്റ പീസേ ഉള്ളു. ഇതെന്താണോ? എന്തോ ഒരു വെജ്ജാ കണ്ടോ? ഓക്കെ. ആ സൈഡിൽ ഇച്ചിരി ഒഴിച്ചു ഇവിടെ മതി. ഒഴിച്ച് നമ്മള് വേറെ 2 ഐറ്റം കൂടെ തന്നിട്ടുണ്ട്. ഈ കുറച്ച് ചോറ് കഴിക്കാനാണ് ഇത്ര തന്നത്. നോക്കട്ടെ, ഇത് 2 ഒരു കറിയാന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഒരുമിച്ച് കെട്ടി തരത്തില്ലല്ലോ. ബിരിയാണിയുടെ വലിപ്പമാണ്. ഈ ഒരു പീസ് ലെഗ് പീസിനാണ് ഈ 350 രൂപ മേടിച്ചത്. 2 കോഴി കിട്ടിയാനെ നാട്ടിൽ. അതാണ്. സലാഡ് തട്ടെ. ഒന്നും ഇല്ല ഇതിനകത്ത്. സലാഡായി. ഇനി അടുത്ത് എന്താണ്? 350 രൂപ മേടിക്കാൻ ആളുണ്ടേ അവിടെ? എന്നിട്ടും സാമ്പാറോ? സാമ്പാറാണ്. നമ്മൾ ഇത് ഒഴിക്കണ്ടാമല്ലേ? എന്താന്നറിയാവോ, അന്നത്തെ പോലെ വല്ല കോഴിയുടെ ഇങ്ങനെയാണെങ്കിൽ. ഞങ്ങൾ മുമ്പ് എനിക്ക് പൊറോട്ട ഒരു ഗതികേട് കൊണ്ടുവരുന്ന പൊറോട്ടയും ചിക്കൻ കറിയല്ലേ മേടിച്ചാൽ ചിക്കന്റെ കാലായിരുന്നു. അതെന്തത്? അതാ ഒഴിച്ചത്. ഇതാ എന്തോ ഐറ്റം അത്? എന്താ വന്നിട്ടില്ല, കഴിച്ചു നോക്കി. എന്തോ അറിയാൻ വയ്യ, ഒരു കൊഴുപ്പ് നടക്കുന്നത്. സാമ്പാറോ? എന്നാ കഴി, എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറ.
കഴിക്കുമല്ലേ? ഇതിനെന്താ വേറൊരു കളറൊക്കെ? അത് ഇവിടുത്തെ റൈസ് ഇങ്ങനെ. നമ്മളെ നാട്ടിലെ ഗ്രാമ്പൂല്ലേ, അതിന്റെ ഭയങ്കര കുത്ത്. കൊഴപ്പില്ല. ഈ 350 കിലോ സാധനം ഉണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല ഒരിക്കലും ഇല്ല. ഇല്ല. നമ്മുടെ നാട്ടിൽ, എന്റെ നാട്ടിൽ മായ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് കിട്ട ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ എന്നാ ടേസ്റ്റാ. 120-150 രൂപ കണ്ടേ ഉള്ളൂ. എത്ര 2-3 ബിരിയാണി കഴിക്കായിരുന്നു. ചിക്കൻ നോക്കുവാണെങ്കിലും ഒരു മാറ്റവും ഇല്ല, ഫ്ലേവർ ഒന്നുമില്ല. ഞാൻ കഴിച്ചോളാം. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരുമ്പോൾ ആദ്യം ഒരു ഹാഫ് മേടിച്ച് കഴിച്ചിട്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫുള്ള് കഴിക്കുക. ഡിണ്ടിക്കൽ ബിരിയാണി തപ്പി പോവുക, ഡിണ്ടിക്കൽ തലപ്പാക്കട്ട് ബിരിയാണി തപ്പി പോവുക. സത്യം കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഡിണ്ടിക്കൽ ബിരിയാണി ഉണ്ടോന്നാ ചോദിച്ചു തന്നെ. ഡിണ്ടിക്കൽ ബിരിയാണി ഉണ്ട്, കേറിയോ. ഈ തലപ്പാക്കെട്ടുന്ന സാധനങ്ങൾ പറയാൻ മറന്നുപോയി. എന്താണോ എന്തോ, എന്തായാലും പണി കിട്ടിന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അതെ അതെ. അടുത്ത എന്തായാലും നമ്മള് തലപ്പാക്കിട്ട് ബിരിയാണി തപ്പി ഇറങ്ങിയേക്കുവാണ്. കിട്ടുന്ന വാങ്ങിട്ടേ അടങ്ങത്തുള്ളൂ. കാരണം ഞങ്ങള് ഒരു 25 കിലോമീറ്ററോളം ദൂരെ പോയ ഞങ്ങളാ തിരിച്ചു വരിക. അത് ട്രാഫിക്കിനകത്ത് എന്ത് കഷ്ടപ്പെട്ടാന്നറിയാം. അവിടെ ട്രാഫിക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നേ. കാരണം ഇത്രയും ദൂരം വന്നിട്ട് ആ ഒരു ബിരിയാണി ടേസ്റ്റ് ചെയ്യാതെ പോയാൽ എന്താ വിഷമമായിരിക്കും. കാരണം ടേസ്റ്റ് ചെയ്ത ബിരിയാണി കൊള്ളത്തില്ലാന്നല്ല പറഞ്ഞ, നല്ല ശിവ ബിരിയാണി നല്ല ബിരിയാണി തന്നെയാണ്. പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. എന്നാലും അതാണോ നല്ലത് ഇതാണോ നല്ലത് ഇന്ന് തീരുമാനിക്കും നമ്മള്. ഓക്കെ, ഇതാണ് ട്രാഫിക്. ഇതൊക്കെയാണ്. ഇതൊന്നും നേരത്തെ ഇങ്ങനൊന്നും അല്ല. ഇപ്പൊ സ്കൂള് വിട്ടോ ഇവിടെ. സ്കൂൾ ഇവിടെ 5 മണിക്കാണെന്ന് തോന്നുന്നു സ്കൂൾ. 5:15 സ്കൂൾ എടുക്കുന്നത്. അങ്ങനെ പറയാനും പറ്റത്തില്ല. എന്നാന്നറിയാവോ, നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണേലും സ്പെഷ്യൽ ക്ലാസ്, +2 പഠിച്ചപ്പോഴാണേലും 4:30-5 മണിയൊക്കെ വരെ അല്ലായിരുന്നോ ക്ലാസ് ഉണ്ടായിരുന്നത്. ഈ ചില ടീച്ചേഴ്സ് നമുക്ക് സ്പെഷ്യൽ. ഇനി അങ്ങനെ വല്ലതും 5:15 ഇത് നല്ല സ്കൂള് വിട്ടണക്കാ പിള്ളേർ ഇറങ്ങി വരുന്നത്. ഇവിടുന്ന് കണ്ടത് നമ്മളെ ലൊക്കേഷൻ എത്താറായിട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി പോട്ടോ. ആദ്യം ശിവ ബിരിയാണി എന്ന് വെച്ചാൽ ഡിണ്ടിക്കൽ ബിരിയാണി എന്ന് ചോദിച്ചപ്പോ ഓക്കെ പറഞ്ഞു. അതാ നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരുന്നേ. അത് അവര് പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ചു ശിവ എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരിക്കും, അവിടെ ഈ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടും എന്നുള്ള ഇതിലാണ് നമ്മൾ പോയത്. ഓട്ടെ, സാരമില്ല. എന്തായാലും നമുക്കിനി എന്തായാലും തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാം എന്നാണ് എന്റെ വിശ്വാസം. കിട്ടിയാ കഴിക്കും. അതെ, കടയിൽ ഇനി ഉണ്ടോ ഇല്ലയോ? കാരണം ഇപ്പൊ തന്നെ സമയം 5:15. ഞങ്ങളിവിടെ വന്നു പറഞ്ഞാൽ ഒന്ന് ബിരിയാണി ട്രൈ ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഫോർട്ട്, ഡിണ്ടിഗൽ ഫോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി എടുക്കണം എന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ. പക്ഷെ എന്നിട്ട് കുറച്ച് ഓടി നമ്മളിവിടെ മധുരയ്ക്ക് ഓടി നിക്കണോന്നൊക്കെ കണക്കായിരുന്നു. ഇപ്പൊ മധുരയുടെ പകുതിയിൽ എത്തിയാ ഞാൻ. അതെ, ഫൈനലി ഞങ്ങൾ തലപ്പാക്കട്ടി ബിരിയാണിയിലെത്തി. വലുതായിട്ട് കിട്ടിയിട്ടില്ല. അത് ഇതായിരുന്നു ശരിക്കും തലപ്പാക്കട്ടി ബിരിയാണി. ഇന്ന് ഇനി 500 അല്ല 1000 ആയാലും ഞാൻ ഇന്ന് ബിരിയാണിയും കൊണ്ടേ വരുത്തുള്ളൂ. അപ്പൊ ശരി, ഓട്ടെ. ഓക്കെ, ബൈ. മക്കളെ, അങ്ങനെ തലപ്പാക്കട്ടി സംഭവം കിട്ടി കേട്ടോ. മറ്റേതിനെ അപേക്ഷിച്ച് ഇത് 315 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ എൻ്റെ ബില്ലും കാണാനെല്ലാം എൻ്റെ കയ്യിരിപ്പുണ്ട്. വിനീഷേ വന്നിട്ടാ. ഇതാണ് ഒറിജിനൽ. വെയിറ്റ് ഉണ്ടോ നോക്കി, നീ ഒന്ന് പിടിച്ചു നോക്കേ. വെയിറ്റ് ഉണ്ടല്ലേ? 315 രൂപയാണ്. നമ്മൾ നേരത്തെ കഴിച്ചതുമായിട്ട് ഒന്ന് കമ്പാരിസൺ നടത്തണം കേട്ടോ. ഓക്കെ, തലപ്പാക്കട്ട് ബിരിയാണി അല്ലേ? ഇനി ഒരിക്കലും ഇവിടെ വന്നിട്ടേ ഡിണ്ടിക്കൽ ബിരിയാണി എന്ന് മാത്രം പറയരുത്. തലപ്പാക്കട്ട് ബിരിയാണി വേണമെന്ന് പറഞ്ഞേ വരാവൂ, അല്ലെങ്കിൽ ഇതണക്ക് പണി കിട്ടും. കഴിച്ചിട്ട് പറയാം ശിവ ബിരിയാണിയാണോ നല്ലത് തലപ്പാക്കട്ടാണോന്നില്ലേ? തലപ്പാക്കെട്ടി. ഓ, അങ്ങനെയായിരുന്നു. അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഞാൻ മനസ്സിലാക്കി. 1957 ഈ ഒരു ബിരിയാണി ലോഞ്ച്, അതായത് ബിരിയാണി ചെയ്യുന്നത് ആദ്യമായിട്ട്.
ഇതിപ്പം ഇവരുടെ ഗ്രാൻഡ് പേരന്റ് ആയിരുന്നു ഇത് ബിരിയാണി ചെയ്തത്. പിന്നെ ഇങ്ങോട്ടെല്ലാം ആ ഒരു ബിരിയാണിയുടെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. പുതിയ പുതിയ ഔട്ട്ലെറ്റ്സുകൾ തുടങ്ങി. ഇപ്പൊ USA ഔട്ട്ലെറ്റ് തുടങ്ങി. ഇപ്പൊ ഇവർക്ക് 100+ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഒരു ദിവസം എത്ര ഞാൻ മറന്നുപോയി, അവിടെ എഴുതി വെച്ച് ഞാൻ വായിച്ചതാ. പിന്നെ 2017-18 ഇവർ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തു. അവസാനം USA ബാംഗ്ലൂരുണ്ട്. അങ്ങനെ കുറെ സ്ഥലത്ത് ഇവര് പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. സാലഡ് അവരുടെ ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന്റെ നിലവാരം അവരുടെ ആ ഒരു ബ്രാൻഡിന്റെ നിലവാരം നമുക്ക് കാണാൻ പറ്റും ഇതിൽ തന്നെ. റൈസ് മറ്റേത് വാഴയിലക്കകത്ത് കുഴപ്പമില്ലായിരുന്നു. വാഴയിലാകെ വന്നിട്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇളക്കാൻ നിൽക്കണ്ട, അല്ല അങ്ങ് പൊട്ടി നൈഫ് വന്നിട്ടുണ്ട്. സമയം പോകുന്നത് അതുകൊണ്ടാണ് ധൃതി വെക്കുന്നത്. കാരണം ഒരുപാട് സമയം ഇതിനു വേണ്ടി നമ്മൾ വേസ്റ്റ് ചെയ്തില്ലേ. അതെ അതെ. ഇന്ന് തലപ്പാക്കെട്ട് ബിരിയാണി, അങ്ങനെ തലപ്പാക്കെട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഓപ്പൺ ചെയ്ത് തുടങ്ങി. ഇതിനകത്ത് മുട്ടയുണ്ട്, 2 പീസ് ഉണ്ട്. ആദ്യം കൊട്ടിയിടാം. താഴത്തോട്ട് ഞങ്ങളുടെ നാട്ടിൽ തട്ടിയിടാന്നാ പറയുന്നത് കേട്ടോ. നാട്ടിൽ കൊട്ടി. ഓക്കെ, മുട്ട തെറിച്ചുകൊണ്ട് ഒരു മുട്ടയുണ്ട്, 2 പീസ് ചിക്കൻ പീസ് ഉണ്ടല്ലേ, ചെറുതാണ്. 315 രൂപയാണ്. ഞാൻ ബില്ല് കാണിച്ചു തരാം കേട്ടോ, അത് കഴിച്ചിട്ട് കാണിക്കല്ലേ എന്നാ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ചോറ് നേരത്തെക്കാട്ടി ക്വാണ്ടിറ്റി ഉണ്ട് തോന്നുന്നു. ഇതെല്ലാം കൂടെ കഴിക്കുന്നത്. ഇത് തുറക്കുന്നില്ലേ? ഇത് തുറക്കുന്നോ? ടേസ്റ്റ് നോക്കിട്ട് പോരെ? അല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സീനൊക്കെ എടുക്കാലോ. അല്ല, ആദ്യം ഞാൻ ടേസ്റ്റ് നോക്കാം. എന്തായാലും കിട്ടിയതല്ലേ. കൊള്ളാം. രണ്ടും നല്ലതാണ് കേട്ടോ, മോശം പറയാൻ പറ്റത്തില്ല അല്ലേ. ഇത് ഒരു സാലഡ് പോലെ പിടിക്കുക. സാലഡ് നമുക്ക് അറിയാലോ അതിന്റെ ടേസ്റ്റ് എന്ത്. ഇതെന്തുവാന്ന് നോക്കാം. അമൽ ബ്രോയ്ക്ക് വേണമെങ്കിൽ അത് വേറെ ഐറ്റം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. രണ്ടിനും നല്ല സ്പൈസസിന്റെ ഭയങ്കര നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ബിരിയാണി വെച്ച് നോക്കുമ്പം അങ്ങനെ ആ ഒരു ഫ്ലേവർ കുത്തി നിൽക്കത്തില്ല. ഇത് മേടിച്ച് കഴിച്ചാൽ നഷ്ടമായിരുന്നോ? വിഷമമുണ്ടോ? എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതൊക്കെ ഇത്രയും വന്നിട്ട് കഴിച്ചു നോക്കാം. ഒരു മറ്റൊരു ബ്രാൻഡിന് ചിക്കൻ പീസ് കഴിച്ചു നോക്കട്ടെ. ഹാർഡാണോ സോഫ്റ്റ് ആണോ? സോഫ്റ്റ് ആണ്, കുഴപ്പമില്ല. ഗുഡ്, കൊള്ളാം. കഴിച്ചു നോക്ക്. ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം അല്ലേ? ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല സാലഡ്. നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് സല്ലാസ്. സല്ലാസും ഉണ്ട്. പിന്നെ വേറൊരു കറിയും ഉണ്ട്, ഇതായിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നല്ല നീറ്റായിട്ടൊരു ഓക്കെ. നമ്മൾ നേരത്തെ കഴിച്ച ബ്രാൻഡിനായപ്പോൾ എല്ലാം കവറിലായിരുന്നു, പിന്നെ വാഴയിലൊക്കെത്തായിരുന്നു പൊതിഞ്ഞു തന്നെ. ഇത് പക്ഷെ ക്വാണ്ടിറ്റി കൊണ്ട് 315 രൂപ. അതിനൊരു 15 രൂപ GST ആണ്. 300 രൂപയാണ്. മറ്റേത് 350 രൂപയായിരുന്നു. അത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി ബില്ല് കാണിക്കാം. ശിവ ബിരിയാണി 350 രൂപ. ഇതിനകത്ത് നമ്മൾ ചിക്കൻ പീസ് ഉണ്ട്, ലെഗ് പീസ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് കറികളുണ്ടായിരുന്നു, 2 ടൈപ്പ് കറി അല്ലേ. ഒരു സാലഡും പിന്നെന്തായിരുന്നു, ഒരു ഗ്രേവിയും. ഇത് പിന്നെ അത് ഇതാണ് നമ്മളെ
ഡിണ്ടിക്കൽ തലപ്പാക്കട്ട് ബിരിയാണിയുടെ ബില്ല് ഇതാ കേട്ടോ. അതിൻ്റെ QR കോഡും കാര്യങ്ങളെല്ലാം കാണും. അത് നമ്മൾ പ്രൈസും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 300 രൂപ വരുന്നത്. പിന്നെ GST 750 അങ്ങനെ വന്നിരിക്കുന്നത്. ഇതിന് GST എത്ര വന്നിരിക്കുന്നത് അറിയാൻ നോക്കട്ടെ. ഇത് ടോട്ടൽ 350 രൂപ അങ്ങ് വന്നിരിക്കുക. GST സെപ്പറേറ്റ് കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഉള്ള ഒരു കാര്യം പറയുകയാണ്, 2 ബിരിയാണി നല്ല ബിരിയാണി തന്നെയാണ്. എനിക്ക് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയത് തലപ്പാക്കട്ട് തന്നെയാണെന്ന് തോന്നുന്നില്ലേ? എന്നാൽ അങ്ങനെ പറയാൻ പറ്റും, രണ്ടും കൊള്ളാം, സൂപ്പർ ബിരിയാണി തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി ഏതാ? അതാണ് അടിപൊളി. ഇതിനു വേണ്ടി വണ്ടി മേടിച്ച് ഇവിടെ വന്ന് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതും വെറും 350 രൂപയ്ക്ക് ഇത്രയും, അല്ലെങ്കിൽ 300, 320, പക്ഷേ എനിക്ക് കഴിച്ചതിനകത്ത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. 2 ബിരിയാണിയിലും നമ്മളാ കൊടുത്ത പൈസക്ക് യാതൊരു ക്വാണ്ടിറ്റി ഇല്ല. ക്വാളിറ്റി വൈസ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാം. ഒരാൾക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് അവർ 340 അല്ലെങ്കിൽ 350 അല്ലെങ്കിൽ 300 രൂപയ്ക്ക് മേടിക്കുന്നത്. അതെ അതെ, 2 പശുക്കളും നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. കുഴപ്പമില്ല, അങ്ങനെ. പക്ഷെ എനിക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. ആ 350 രൂപയ്ക്ക് 315ഉം 350 വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. നമ്മുടെ നാട്ടിലെ നല്ല അടിപൊളി 2 ബിരിയാണി കഴിക്കാറ്. ഓക്കെ, അന്നേരം ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ഫോളോ ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു, കാരണം വിഷമം തോന്നി, കാരണം അബദ്ധം പറ്റിയൊരു കടയിൽ പോയി ഈ പറയുന്ന തലപ്പാക്കട്ട് ബിരിയാണി മേടിച്ച് കഴിച്ചു. അത് തലപ്പാക്കട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ കഴിച്ചത്. പിന്നീട് മനസ്സിലായി അതല്ല തലപ്പാക്കട്ടി, വേറെയാണ്, അതൊരു ബ്രാൻഡാണ് ഇല്ലേ, അത് പ്രത്യേകം ബ്രാൻഡാണ്. ഞങ്ങളിവിടെ വന്ന് ചോദിച്ചെന്ന് പറയുമോ, ഡിണ്ടിക്കൽ ബിരിയാണി കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും, നല്ല കടയുണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഡിണ്ടിക്കൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ തലപ്പാക്കട്ട് ബിരിയാണി എന്നാണ് വിചാരിച്ചിരുന്നത്. അതല്ല കേട്ടോ, തലപ്പാക്കട്ട് സെപ്പറേറ്റ് നമ്മൾ ചോദിച്ചാൽ സെപ്പറേറ്റ് ഷോപ്പും ഉണ്ട് അവരുടെ, അവിടെ തന്നെ പോയി മേടിക്കണം കേട്ടോ. അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്, അറിയാം എല്ലാവർക്കും. എങ്കിലും ഞാനങ്ങ് പറയുമായിരുന്നു, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഈ ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയുന്നത്. ഇനി നമ്മളപ്പം മധുരയ്ക്കാണ് പോകുന്നത് കേട്ടോ. ഫ്രണ്ടോട് കാണിച്ചൊരു പശു ഉണ്ട്. ഞാൻ വിചാരിച്ചാൽ നമ്മൾ ബോണറ്റ് ഒന്ന് ഇരിക്കുമെന്ന് വിചാരിച്ചത്. നല്ല ക്യൂട്ട് പശുവായിരുന്നു, നല്ല കളറൊക്കെ ആയിരുന്നു.